വിളക്കിൽ ഒഴിക്കുന്ന നെയ്യും എണ്ണയും ആത്മീയതയുടെ, ജ്ഞാനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ശുദ്ധിയുടെ പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത്. ദീപത്തിൽ നിന്നും പ്രകാശിക്കുന്ന ജ്വാല ദൈവിക ജ്ഞാനവും ആത്മശുദ്ധിയും പ്രചരിക്കുന്നതിൻ്റെ സൂചനകളാണ്. കൊളുത്തിവെച്ച നിലവിളക്കിനു മുമ്പിലാണ് രാമായണ പാരായണം നടത്തേണ്ടത്. ഇനി ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ദശരഥ മഹാരാജാവിൻ്റെ മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വസിഷ്ഠ ഗുരു കേകയ രാജ്യത്തു നിന്നും ഭരതനെയും ശത്രുഘ്നെയും അയോധ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി. അയോധ്യയിലെത്തിയ ഭരതനോട് നീ യുവരാജാവായി അഭിഷേകം ചെയ്യണം, രാജ്യഭാരം നീ ഏൽക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഭരതൻ അച്ഛനെ അന്വേഷിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കൈകേയി മാതാവ് അച്ഛൻ മരിച്ചുപോയ വിവരം ഭരതനോട് പറയുന്നു. ഇത് കേട്ട് ഭരതൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. അതിനുശേഷം കൈകേയി വീണ്ടും ഭരതനോട് പറയുകയാണ്, നിന്റെ ചാബല്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നീ രാജ്യഭാരം കൈയേൽക്കണം. അപ്പോൾ ഭരതൻ വളരെ കോപിഷ്ഠനായിട്ട് കൈകേയി മാതാവിനോട് എതിർത്ത് സംസാരിക്കുന്നു, സ്വയം മരിക്കാൻ തയ്യാറാകുന്നു. ഈ ബഹളങ്ങളൊക്കെ കേട്ടിട്ട് വസിഷ്ഠമുനി അങ്ങോട്ട് വന്ന് വസിഷ്ഠമുനി ഭരതനെ ഉപദേശിക്കുകയാണ്. സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗത്കാരണൻ, ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം, ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ, ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനം, സാധനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തുഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോ, നിസാരം എത്രയും സംസാരമോർക്കിലോ, സത്സംഗമൊന്നേ ശുഭകരമായുള്ളു, തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിയേ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം, ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം, തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്ര കളത്രാദി വസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ, സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. പരമാത്മാവ് ജനന മരണങ്ങൾ ഒന്നും ഇല്ലാത്തതാണ്. ശരീരം നഷ്ടപ്പെടുന്നതിൽ ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. മരണത്തിൽ ദുഃഖിക്കുന്നവർ അറിവില്ലാത്തവരാണ്. നിസ്സാരമായ സംസാര സാഗരത്തിൽ നിന്നുള്ള ഒരു മോചനം മാത്രമാണ് നമ്മളുടെ മരണം. അത് നിത്യശാന്തിക്കുള്ള ആധാരമാണ്. കർമ്മഫലം ആർക്കും തടുക്കാവുന്നതല്ല. ഇത് മനസ്സിലാക്കുന്നവർ പുത്രനോ മിത്രമോ കളത്രമോ ഒക്കെ മരിക്കുമ്പോൾ അതിൽ ദുഃഖിക്കുകയോ ഇതൊക്കെ തൻ്റേതാകുമ്പോൾ അതിൽ സന്തോഷിക്കുകയോ ചെയ്യാറില്ല എന്ന് വസിഷ്ഠ ഗുരു ഭരതനെ ഉപദേശിക്കുകയാണ്. എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും, ഇന്നടിയനു രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവിജൻ
ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോവുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനോ ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനാത്തേര് കാലാള് കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ച് ജടപൂണ്ട് താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നു നന്നെന്ന് ചൊല്ലിടിനാർ. ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. വസിഷ്ഠനോട് ഭരതൻ പറയുകയാണ്, രാജ്യം കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? രാമനാണ് ഇവിടെ രാജാവാകേണ്ടത്. രാമനെ തിരികെ കൊണ്ടുവരാൻ നാളെ ഞാൻ പുറപ്പെടുകയാണ്. കൈകേയി മാതാവ് ഒഴിച്ചുള്ള കൗസല്യ, സുമിത്ര, മറ്റുള്ള മാതാക്കൾ, കാലാൾപ്പട, ചതുരംഗസേന, വാദ്യഘോഷങ്ങൾ, നാനാജാതിയിലുള്ള പ്രജാബലികൾ, ഇവരോടൊപ്പം രാമനെ എതിരേറ്റ് ഞാൻ കൊണ്ടുവരും. രാമൻ വരുന്നതുവരെ ഞാൻ ജഡാവൽക്കലധാരിയായി ഫലമൂലാദികളൊക്കെ കഴിച്ചുകൊണ്ട് ഈ മണ്ണിൽ ഞാൻ താമസിക്കും. ഇങ്ങനെ ഭരതൻ വസിഷ്ഠനോട് പറയുകയാണ്. സർവ സന്നാഹങ്ങളോടും കൂടി ഭരതൻ രാമനെ കാണാൻ യാത്രയാകുകയാണ്. ശൃംഗിവേരാധിപനായ ഗുഹൻ ഇവരെ കണ്ടപ്പോൾ തടുത്തു നിർത്തി. പക്ഷേ രാമൻ്റെ അനുജനാണെന്ന് പറഞ്ഞപ്പോൾ അവരെ സഹായിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ് എന്ന് ഭരതൻ ചോദിക്കുന്നു. അവർ ചിത്രകൂടത്തിലുണ്ട്, ഞാൻ വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞ് ഗുഹൻ അവരെ വഴി കാട്ടുന്നു. വളരെ അകല ദൃശ്യമായ ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് പിന്നീട് അവർ പോകുന്നത്. ഭരദ്വാജ മഹർഷിയെയൊക്കെ നമസ്കരിച്ചിട്ട് അന്ന് രാത്രി അവിടെ ചിലവഴിച്ച് പിറ്റേ ദിവസം ഭരതനും പരിവാരങ്ങളും ചിത്രകൂടാചലത്തിലേക്ക് യാത്രയായി. ഭരതനും പരിവാരങ്ങളും ഭരദ്വാജ ആശ്രമമൊക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭാവ ഭയദാരുണം നവകാഞ്ചലോചന സഞ്ചമുഖകര സഞ്ചപാ